ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്താണ് വലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ് ലൗലാ അൻ തുഫന്നിദൂൻ ഖാലു തല്ലാഹി ഇന്നക ലഫി ളലാലിക്കൽ ഖദീം. അല്ലേ? നമ്മൾ പറഞ്ഞു വലമ്മ ഫസലത്തിൽ ഈറു, ഈ നിവേദക സംഘം യൂസുഫിൻ്റെ അടുക്കൽ നിന്ന് വിട്ടപ്പോൾ, അകന്നപ്പോൾ, ഇബ്തഅദത്. ഖാല അബൂഹും, അവരുടെ പിതാവ് പറഞ്ഞു, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നി ലഅജിദു റീഹ യൂസുഫ്, ഞാൻ യൂസുഫിൻ്റെ റീഹ്, പരിമളം അല്ലെങ്കിൽ വാസന അനുഭവിക്കുന്നു, തീർച്ചയായും, തീർച്ച. ലൗല അൻ തുഫന്നിദൂൻ, എന്താ ലൗല അൻ തുഫന്നിദൂൻ? നിങ്ങളെന്നെ ഭ്രാന്തമായി അല്ലെങ്കിൽ ബുദ്ധി ഭ്രമം സംഭവിച്ചവനായി വിധിക്കുന്നില്ല എങ്കിൽ, പറയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കുന്നില്ല എങ്കിൽ, വിശേഷിപ്പിക്കുന്നില്ല എങ്കിൽ, ഇതാണ് യാഥാർത്ഥ്യം എന്നാണ് പറഞ്ഞത്. ഖാലു തല്ലാഹി ഖാലു, അപ്പോൾ അവർ പറയാണ്, കുടുംബം, തല്ലാഹ്, അള്ളാഹു ആണ് സത്യം, ഇന്നക ലഫി ളലാലിക്കൽ ഖദീം, തീർച്ചയായും താങ്കളുടെ ആ പഴയ ദലാലിൽ തന്നെയാകുന്നു. ദലാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വഴിതെറ്റിയ അവസ്ഥ, വഴിതെറ്റിയ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർമാർഗം എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ പിന്നെ എന്താ പറയാം, ശരിയല്ലാത്ത അവസ്ഥ, അത്രേ ഉള്ളൂ, അല്ലാതെ ദലാലത്ത്, വഴികേട് എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഒരു വിഷയം, വലമ്മ ഫസലത്തിൽ ഈറു, യാത്രാസംഘം മിസ്ർ ദേശം വിട്ടപ്പോൾ കനാനിൽ വെച്ച്, വളരെ വിദൂരതയിൽ വെച്ച് തന്നെ, ഇന്നി ലഅജിദു റീഹ യൂസുഫ്, യൂസുഫിൻ്റെ വാസന ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാണ്. അവിടെ യൂസുഫിൻ്റെ ഖമീസ് എത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞു, യൂസുഫ് നഷ്ടപ്പെട്ടതിൻ്റെ തെളിവാണ് ഖമീസ്, യൂസുഫിനെ വീണ്ടും കിട്ടിയതിൻ്റെ തെളിവാണ് ഖമീസ്. ഖമീസ് ഇവിടെ എത്തിയിട്ടില്ല. പിന്നെയോ ഖമീസ് അവിടുന്ന് പോരുന്നേ ഉള്ളൂ. വലമ്മ ഫസലത്തിൽ ഈർ, പക്ഷേ യൂസുഫിൻ്റെ മണം ആർക്ക് കിട്ടി? വാപ്പാക്ക് കിട്ടി. അപ്പോൾ ആ മണം എന്തുകൊണ്ടാണ് അതിന് മുമ്പ് കിട്ടാതിരുന്നത്? യൂസുഫ് കിണറ്റിലായിരിക്കെ, വെളിപാടകലെ ഈ മണം കിട്ടിയില്ല. റീഹ യൂസുഫ്, യാക്കൂബ് നബിക്ക് കിണറ്റിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ആ കിണറ്റിൽ നിന്ന് യാത്രാസംഘം അടിമയായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ കിട്ടിയില്ല. പിന്നെ മിസ്റിൽ ഇത്രയും കാലമായി, അപ്പോഴൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ ലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ് എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ കാലം എവിടെ ഉണ്ടായിട്ടുണ്ട്? മിസ്റിലുണ്ടായിട്ടുണ്ട് ഈ ഖമീസായിട്ട്. അപ്പോഴൊന്നും ആ റീഹ് വന്നില്ല. എപ്പോഴാണ് വന്നത്? യാത്രാസംഘം മിസ്ർ വിട്ടപ്പോഴാണ് വന്നത്. എടുത്തെത്തിയിട്ടില്ല. അപ്പോൾ അതിലൊരു പാടല്ലേ, വഹയോ, അള്ളാഹുവിൻ്റെ വഹി എന്നല്ല, പിന്നെയോ അതാണ് അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല ഫജഅലിൽ ഹസ്ന സഹലൻ ഇൻ ശിഅത സഹല. അതാണ് അള്ളാഹുവേ, നീ എളുപ്പം കനിഞ്ഞതല്ലാത്ത ഒരു എളുപ്പവുമില്ല, അതുകൊണ്ട് നീ എളുപ്പം കനിയാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോഴേ ഉള്ളൂ. നബിമാർക്ക് വരെ ഇതൊക്കെ അള്ളാഹു എപ്പോൾ തടയുന്നു അത് അവർക്കില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളൊരു വിഷയം. ഇതുവരെയും യൂസുഫിൻ്റെ മേത്ത് കുപ്പായുണ്ട്, ഖമീസുണ്ട്, അല്ലെങ്കിൽ യൂസുഫിന് റീഹുണ്ട്. പക്ഷേ ഈ നീണ്ട വർഷങ്ങളൊന്നും ആ റീഹ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തേടി എത്തിയില്ല. മിസ്റിൽ നിന്ന് ആ ഖമീസുമായിട്ട് യാത്രാസംഘം അകന്നപ്പോൾ, യൂസുഫിൻ്റെ അടുക്കൽ നിന്ന് അകന്നപ്പോഴാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഈ റീഹ ഏൽക്കുന്നത്. ശരി, അതിലൊരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം,
ഇവിടെ ഒരു ചോദ്യം വരും അല്ലേ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇദ്ഹബു ബി ഖമീസി ഹാദ ഫഅൽഖൂഹു അലാ വജീഹി അബി യഅതി ബസീറ വഅ്തൂനി ബി അഹ്ലികും അജ്മഈൻ. സഹോദരങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് വരണം, ഒപ്പം വരണം. അജ്മഈൻ എന്ന് പറഞ്ഞാൽ 76 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചരിത്രം. 76 പേര്. ആരെ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഭാര്യയും പിന്നെ കുടുംബാംഗങ്ങൾ. അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, തൂനി നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരണം, ബി അഹ്ലിക്കും നിങ്ങളുടെ കുടുംബത്തെ കൂട്ടിയിട്ട് അജ്മഈൻ എല്ലാവരും ഒന്നിച്ച്. നമ്മൾ പറഞ്ഞു ഈ അജ്മഈൻ പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ്? തൂനി ബി അഹ്ലിക്കും അജ്മഈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹോദരങ്ങളെ കൂട്ടിപ്പിടിക്കാൻ ആര്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്, അല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോവല്ലേ വേണ്ടത്, വാപ്പാൻ്റെ അടുത്തേക്ക്? വാപ്പാർ ഇങ്ങോട്ട് വരികയാണോ വേണ്ടത്, ഇല്ല അങ്ങോട്ട് പോകാണ്ട്? അവിടെ വിഷയം അങ്ങനെയല്ല. ഇത് അബ്ദുസ്സലാം പറഞ്ഞതിലൊരു വശമുണ്ട്. ഇവിടെ ഹക്കുർ റഈ ഉണ്ട്, പിന്നെ ഹക്കുർ ഷഖ്സിയ്യ ഉണ്ട്. വൈയക്തികമായിട്ടുള്ള ഒരു കാര്യമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പോവുക എന്നുള്ളത് അല്ലേ. അതേസമയം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെരടിയിൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു നാടിൻ്റെ, ആ നാട്ടുകാരുടെ, പരിസര നാടുകളുടെയൊക്കെ ചുമതല ആയിരിക്കുക? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ വിഷയം മാത്രമല്ല, പിന്നെയോ ഒരു നാടിൻ്റെ ഭരണാധികാരിയാണ്. പിന്നെ നാടിനെ ഏറ്റവും കൂടുതൽ വലക്കുന്ന ഒരു വിഷയത്തിൽ തീർപ്പ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. മിസ്റിലെ ആളുകളും പരിസര നാട്ടിലുള്ള ആളുകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആശ്രയിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഏതിനാണ് മുന്തിപ്പിക്കേണ്ടത്? ഹക്കുർ റഈയ, പ്രജകളുടെ ഹക്കിനെയാണ് മുന്തിപ്പിക്കേണ്ടത്. ഇവിടെ വൈയക്തികമായിട്ട് വാപ്പ, ഉമ്മ, ഭാര്യ അതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഖുലഫാക്കളൊക്കെ രാത്രി ഇറങ്ങിയിടുന്നതിന് എന്തിനാ? അവർക്ക് കൂടെ ശയ്യയിൽ ശയിക്കാൻ ഭാര്യമാരില്ലേ? ഭാര്യമാർക്ക് ഹക്കില്ലേ? മക്കൾക്ക് ഹക്കില്ലേ? പക്ഷേ എന്താ ചെയ്തിരുന്നത് അവർ പ്രജകളുടെ വിഷയങ്ങളിൽ നടക്കുകയാണ് ചെയ്യുന്നത്. സിയാദത്തു തശ്രീഫ് സിയാദത്തും ഫി തക്ലീഫ്. തശ്രീഫിൽ സിയാദത്ത് ഉണ്ടെങ്കിൽ തക്ലീഫിലും സിയാദത്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്ഥാനം ഏറെ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വവും ഏറെ ഉണ്ടാവും. സ്ഥാനം ഏറെ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വവും ഏറെ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രജകളുടെ വിഷയം അതിനെ മുൻഗണന നൽകിയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. അവരെ കൊണ്ടുവരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അതിന് അവസരം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ ഒരു വിഷയം, ഇദ്ഹബു ബി ഖമീസി ഹാദ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ എന്ന. എന്തിനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഖമീസിനെ നൽകി അയച്ചത്? ആദ്യം അതിൽ ഉണ്ടല്ലോ ഈ മുഫാജാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പെട്ടെന്നുണ്ടാകുന്ന വാർത്തകൾ, സംഭവങ്ങൾ. ചിലത് സന്തോഷ വാർത്തയായിരിക്കും, ചിലത് ദുഃഖവാർത്തയായിരിക്കും. ഇപ്പോൾ ചിലർ ഏറെ പ്രതീക്ഷയിൽ പ്രത്യാശാപൂർവം ഇങ്ങനെ കാലം കാത്ത് കഴിയുന്നൊരു വിഷയം പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും? സന്തോഷം അല്ല ഉണ്ടാകുക, പിന്നെ സന്താപം ഉണ്ടാകുക. അവിടെ അനിഷ്ടങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ദുഃഖവാർത്തകൾ. പെട്ടെന്ന് നമ്മൾ ദുഃഖവാർത്തകൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇഷ്ടക്കാരുടെ വിഷയത്തിൽ ദുഃഖവാർത്ത അറിയിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ആളുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാക്കട്ടെ. ഈ അപകട വാർത്തകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപകടത്തിൽ രക്ഷപ്പെട്ടവർ ശയ്യാവലംബികളായിരിക്കും, ചികിത്സയിലായിരിക്കും അല്ലേ. പെട്ടെന്ന് അവരോട് ചെന്നിട്ട് പറയുകയാണ് എത്ര ആളുകളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന ആളുകളൊക്കെ മരിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതോടുകൂടി ഇയാൾ എന്നേക്കും കോമയിൽ, അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തട്ടെ, ആഫിയ, കോമയിലാകുക. അതേപോലെ തന്നെ ചിലർക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുക, ചിലർ പിന്നെ കൂടുതൽ രോഗം അവരുടേത് മൂർജിക്കുക, വഷളാകുക, അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ മുഫാജാത്തുകളുണ്ടല്ലോ അതൊരിക്കലും പെട്ടെന്ന് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും പിന്നെ സന്തോഷത്തിന് ഇപ്പം ഒരാളൊരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു എന്നാണ്, പക്ഷെ കണ്ടിരുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്തെ മാതിരിയല്ല, ഇന്നിപ്പോൾ കണ്ടതിന് ശേഷമൊക്കെ തുടങ്ങുകയുള്ളൂ. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെയാണ്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ.
അപ്പം ഇങ്ങനെ പിന്നെ മനസ്സിൽ ഭാവിച്ച് വർണ്ണന് പിന്നെ ചാലിച്ച് പിന്നെ ഇങ്ങനെ ഓർത്തെടുത്ത് ഇന്ന കോലത്തിലായിരിക്കും ഇന്ന രീതിയിലായിരിക്കും എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് പിന്നെയാണ് സുപ്രഭാതത്തിൽ കാണുമ്പോൾ ഇയാൾ മരിച്ചാണ്ട് വീണമെന്നാണ് ഒരു കഥ വായിച്ചത്, നീണ്ട കഥ. മുഫാജഅത്ത് സന്തോഷത്തിൻ്റേതാണെങ്കിലും ചിലപ്പം ആളുകൾ പ്രജ്ഞയേറ്റ് വീഴുന്ന അവസ്ഥ വരും അല്ലേ. അതേപോലെ തന്നെ അത് ഇവിടെ നോക്കി, ഇത് ഒരു പുത്രവിയോഗത്തിൽ ഒരു പിതാവിൻ്റെ പിന്നെ നീണ്ട വർഷങ്ങളിലെ കാത്തിരിപ്പാണ്. ഈ മകൻ പോയതിൽ കരഞ്ഞ് കണ്ണ് വെളുത്ത് കാഴ്ച കെട്ട് പോയ ഒരവസ്ഥയിലാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനമെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് മുന്നിൽ നിന്നിട്ട് വാപ്പ അസ്സലാമു അലൈക്കും എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് അല്ല, അതിന് ഒരു പരിഹാരമാണ് ഇതൊരു മുഖദ്ദിമയാണ്. ഇദ്ഹബു ബി ഖമീസി ഹാദ. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികൾ അല്ലേ, അബൂ തൽഹയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു പിന്നെ മരണപ്പെട്ടത്. അബൂ തൽഹയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. അത് ഹദീസിൻ്റെ പ്രയോഗങ്ങൾ തന്നെ കാണാം. അബൂ തൽഹ പറയാണ്, ചെറിയ കൊച്ചു മകനാണ് അബൂ തൽഹയ്ക്ക് ഉമ്മു സുലൈമിൽ വിരിഞ്ഞ കുട്ടി. പക്ഷേ ആ കുട്ടി രോഗിയായി കിടക്കുമ്പോഴും അബൂ തൽഹ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ചോദിക്കുക, ആദ്യം വന്ന കുട്ടീനെ ചോദിക്കുക. കുട്ടീൻ്റെ ആ രോഗത്തിൽ വലിയ വിഷമ വേദന ഉണ്ടായി. പക്ഷെ ഒരു ദിവസം കുട്ടി മരിച്ച്. അപ്പോൾ അബൂ തൽഹ വീട്ടിലില്ല. അപ്പോൾ എന്താ ഉമ്മു സുലൈം ചെയ്തത്? ഉമ്മു സുലൈം പറയാണ്, അബൂ തൽഹ വന്നാൽ കുട്ടി മരിച്ച ഇവരാരും പറയരുത്, ഞാൻ പറയും. ലാ തുഹദ്ദിസു അൻഹു അഹദുൻ, ആരും പറയരുത് എന്ന്. ലാ തുഹദ്ദിസു അഹദുൻ എന്ന് പറയണം, ആരും പറയരുത് എന്ന് പറയണം. ഉമ്മു സുലൈം ഏറ്റെടുക്കുകയാണ്, ഉമ്മ അല്ലേ. അങ്ങനെ അബൂ തൽഹ വന്നപ്പോൾ ആദ്യം ചോദിക്കണതാണ്, മാ ഫഅല ഇബ്നി, എൻ്റെ കുട്ടി എന്താ ചെയ്യണമെന്ന്. അപ്പോൾ ഉമ്മു സുലൈം പറയാണ്, ഖദ് ഹദ നഫ്സുഹു, നല്ല ഒതുക്കഴിക്കുന്ന ശരീരമൊക്കെ. ഹദ എന്ന് പറഞ്ഞാൽ എന്താ? അടക്കം, ഒതുക്കം, നല്ല അടങ്ങിയിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട് എന്ന് പറയും. പിന്നെ അതൊന്നു ഖദ് ഇസ്തറാഹ്, ഇസ്തറാഹ എന്ന് പറഞ്ഞാൽ എന്താ? റാഹത്ത്, നല്ല ഒരു വിശ്രമാവസ്ഥയിലാണ് എന്ന് ഉമ്മു സുലൈം പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ നീ വിശ്രമിക്കുന്നിടത്ത് ഇടങ്ങാറാക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് അബൂ തൽഹ പോയില്ല. എന്നിട്ട് പറയാണ്, ഖദ്ദമത്ത് ലഹു അശാഅൻ, ഭക്ഷണം കൊണ്ടുവച്ചു. അങ്ങനെ അക്കല വശരീബ്, അബൂ തൽഹ ഭക്ഷിച്ചു, കുടിച്ചു എന്നൊക്കെ പറയാണ്. പിന്നെ ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം, തസന്നഅത്ത് ലഹു എന്നാണ്. ഉമ്മു സുലൈം കുട്ടി മരിച്ചു കിടക്കാണ്. തസന്നഅത്ത് ലഹു, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി എന്നാണ്. അങ്ങനെ രാത്രി ഈ ഭാര്യനോടൊത്ത് ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികൾ കിടന്നു. അബൂ തൽഹ ഫഅസാബ മിൻഹ എന്നാണ്, ലൈംഗികമായി പ്രാപിക്കുക വരെ ചെയ്തു ഉമ്മു സുലൈമിനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഉമ്മു സുലൈം കുട്ടി മരിച്ചിരുന്നു, നമ്മളെ കുട്ടി മരിച്ചിരുന്നു എന്നല്ല പറയുന്നത്. പിന്നെയോ അവർ പിന്നെയും ആമുഖം പറയാണ്. ഇതിൻ്റെ ഈ ആമുഖത്തിൻ്റെ തുടർച്ചയാണ്. ഇതൊക്കെ ആമുഖത്തിൻ്റെ പ്രവൃത്തി ചെയ്തികളാണ്. പിന്നെ പറയാണ്, യാ അബാ തൽഹ ഇന്ന ലക ഇതാക്കാൻ ലക താങ്കൾക്കൊരു അയൽവാസിയുണ്ട്. ആ അയൽവാസി ആറലക്ക യാറത്തൻ, നിങ്ങൾക്കൊരു സാധനം താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്ന്. ഫസ്തം തബിഹ, ആ സാധനം താങ്കൾ അത് ഉപയോഗപ്പെടുത്തി, നിങ്ങളത് വേണ്ടത്ര ഉപയോഗപ്പെടുത്തി ആസ്വദിച്ചു. എന്നിട്ട് പിന്നെ ഇതസ്തറദ്ദഹ മിൻക്, ആ അയൽവാസി നിങ്ങളിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവക്കുൻ തറാദൻ ഇയാഹ, താങ്കൾ അതിനെ തിരിച്ചു കൊടുക്കൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബൂ തൽഹ പറയാണ്, ഞാൻ കൊടുക്കൂലേ? കൊടുക്കും എന്നറിയണം. അപ്പോൾ മുസ്ലിം പിന്നെയും പറയാണ്, തയ്യിബത്തൻ ബിഹാ നഫ്സുക്, നല്ല മനസ്സിൻ്റെ പൊരുത്തത്തോട് കൂടിയിട്ട് നല്ല മനസ്സിൻ്റെ അവസ്ഥയിൽ കൊടുക്കുക. അയൽവാസി ഒരു സാധനം ഉപയോഗിക്കാൻ നിന്ന് കുറേ ഉപയോഗിച്ച്, എന്നിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുക്കൂലെന്ന് ചോദിക്കുകയാണ്. കൊടുക്കൂ. തയ്യിബത്തൻ ബിഹാ നഫ്സുക്, നല്ല അത് പിന്നെ മനസ്സോട് കൂടിയിട്ട് കൊടുക്കുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തയ്യിബത്തൻ ബിഹാ നഫ്സി, നല്ല മനസ്സോടുകൂടി തന്നെ കൊടുക്കുന്നവരാണ്. അപ്പം പറയാണ്, ഇന്നല്ലാഹ ഖദ് ആറ ലക ബുനൈ, എൻ്റെ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യാറത്ത് തന്നതാണ്, താൽക്കാലിക ഉപയോഗത്തിന് തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തറദ്ദഹു മിൻക്, കുട്ടിയെ പിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ഖബദഹു മിൻക്, താങ്കളിൽ നിന്ന് കുട്ടിയെ മരണത്തിലൂടെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പിന്നെയാണ് പറയുന്നത്. അപ്പോഴാണ് അബൂ തൽഹ
സബറ വഹ്തസബ്, അതേ മിന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അദ്ദേഹത്തിന് അത് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി ആ ഒരു ട്രാജഡി അല്ലെങ്കിൽ ആ ഒരു ദുരന്ത വാർത്ത. അദ്ദേഹം അത് വളരെ വിശാല മനസ്കതയിൽ ഉൾക്കൊണ്ട് ഇല്ല വന്നേക്കിന് ആ കുട്ടി മരിച്ചിക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, അദ്ദേഹം ആകെ പ്രശ്നത്തിലാകപ്പെടില്ലായിരുന്നു. നേരം വെളുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അബൂ തൽഹ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. കുട്ടിൻ്റെ മരണ വാർത്ത അബൂ തൽഹയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അറസ്തും ഇല്ലയില, ഈ രാത്രി നിങ്ങൾ ശാരീരികമായി പ്രാപിച്ചോ എന്ന് ചോദിക്കുകയാണ് ദമ്പതികൾ. അപ്പോൾ അതേന്ന് പറയും ബാറക്കല്ലാഹു ലക്കുമ, ബാറക്കല്ലാഹു ലക്കുമ ഫി ഗാബിരി ലൈലത്തിക്കുമ എന്നൊക്കെ പറഞ്ഞു എന്ന് ശ്വാസം മതങ്ങളൊക്കെ ഒരു വേണ്ടി ദുആ ചെയ്തു. ആ കുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഇവർ ശാരീരികമായി പ്രാപിച്ചതിൽ അവർക്കൊരു കുഞ്ഞ് വിരിഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിം ഗർഭിണിയായി പ്രസവിച്ചു. ആ കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ അബ്ദുള്ള എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിട്ടു. ആ കുട്ടിയിലൂടെ 10 ഹാഫിളീങ്ങൾ, ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങൾ, താബീങ്ങളായിട്ട് പിറന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. അത് നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം ഇതാണ്. അതായത് ഈ വാർത്തകൾ പറയുമ്പോൾ അത് സന്തോഷത്തിൻ്റെ വാർത്തയായാലും സന്താപത്തിൻ്റെ വാർത്തയായിട്ടുണ്ടെങ്കിലും അത് അവതരിപ്പിക്കുന്നതിന് എന്തുണ്ട്, അതിൻ്റേതായ രീതിയുണ്ട്, ഒരു മുഖദ്ദിമ. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും. ചില ആളുകൾ വല്ല വാർത്തയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മരണ വാർത്തയൊക്കെ ആണെങ്കിൽ ഗൾഫിലൊക്കെ വാർത്ത മരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അത് അവതരിപ്പിക്കുന്ന രീതിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആരുമില്ലാത്തടത്ത് ആളും പാളും ഇല്ല, കുടുംബവും ഇല്ല, അങ്ങനെയാണ് മരണ വാർത്ത പോയിട്ട് പറഞ്ഞു കൊടുക്കുക. ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യനോട് എന്നിട്ട് പറയണത് അയൽവക്കക്കാരൊക്കെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളൊക്കെയാണ് എങ്കിൽ അവൻ്റെ ആലോചിച്ചിട്ടൊരു പിടുത്തമല്ല, ഒരാളും പാളുമില്ല, കാരണന്മാരില്ല, അന്തറന്മാരില്ല, ഉമ്മയും ബാപ്പിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പറയാം. അതോടുകൂടി ആശ്വസിപ്പിക്കേണ്ടവർ കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥ. ഏതായാലും ഇവിടെ പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ ഈ ഖമീസ് കൊടുത്തയച്ചത് എന്നതിൽ അതിൽ ചില തെർബിയൻ്റെ വിഷയങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, കേട്ടത്. അതേപോലെ ഇവിടെ വിഷയം നോക്കണം, ഒരു പുത്രവിയോഗത്താൽ, ഒരു പുത്രനല്ല 3 പുത്രന്മാർ പോയി. യൂസുഫ് പോയി, ബിന്യാമീൻ പോയി, പിന്നെ കബീറുഹും, അതും നഷ്ടമായ അവസ്ഥയിലാണ്. ആർക്ക്? വാപ്പാക്ക്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്നീല അജിദുരി ഹയൂസുഫ് ലൗല അൻ തുഫന്നിദൂൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുണ്ട്, ന്യായമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഹൃദയമല്ലേ. അപ്പം എന്താ വേണ്ടത്? ഈ വാപ്പ ഇങ്ങനെ വേദനിച്ചിട്ട് ഇന്നീല അജിദുരി ഹയൂസുഫ് എന്ന് കുടുംബത്തോട് പറയുമ്പോൾ, യൂസുഫിനെ ഓർത്ത് പറയുമ്പോൾ, പിന്നെ ഈ ലൗല അൻ തുഫന്നിദൂൻ എന്നുള്ളതൊക്കെ പറയുമ്പോൾ എന്താ വേണ്ടത്? ഇത് കേൾക്കുന്ന ആളുകൾ അവരെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. അവർ ആ നോവേറ്റ് പറയുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? തല്ലാഹി ഇന്നക ലഫീ ദലാലിക്കൽ ഖദീം. അവരിപ്പോൾ നമ്മൾ ഈ മരണ വാർത്ത പറഞ്ഞ ആളുകളെ മാതിരിയാണ് അവർ പറയുന്നത്. അള്ളാഹുവാണ് സത്യം, താങ്കൾ ഇപ്പോഴും താങ്കളുടെ ആ പണ്ടത്തെ ദലാലിൽ തന്നെയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പിന്നൊരു തള്ളും പിന്നൊരു കുത്തും എന്നറിയില്ലേ, എന്ന മാതിരിയാണ് അവരെന്ത് ചെയ്യണത്, ഇതിനെ കുറിച്ച് പറയണത്, ഇത് പ്രതികരിക്കണത്. അത് ഇവിടെ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണത്. ഒരിക്കലും ഇങ്ങനെ പ്രതികരണം ആയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? നിനക്കൊന്ന് അബൂദറിനോട് പറയണ്ടല്ലോ, അബൂദർ റളിയല്ലാഹു പറയുന്നുണ്ട്, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠ കർമ്മം ഏതെന്ന് ചോദിക്കുമ്പോൾ ഈമാനും ബില്ലാഹി വ റസൂലി, സുമ്മ അയ്യ എന്ന് ചോദിക്കുമ്പോൾ ജിഹാദും ഫീ സബീലില്ലാഹ്, സുമ്മ അയ്യ എന്ന് പറയുമ്പോൾ ഹജ്ജും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയ്യു സലാത്തി അഫ്ദൽ, അയ്യു സദഖത്തി അഫ്ദൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അബൂദർ റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലെ ഫൈലം അസ്തത്തി അല്ലെങ്കിൽ ഫൈലം അജിദ്, ഇതൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കാതെ വരികയാണ് എങ്കിൽ, ഒന്നും ചെയ്യാൻ സദഖയൊക്കെ ചെയ്യാൻ വകുപ്പ് കാണാതിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തകുഫു ശർറക അനിന്നാസ്, തകുഫു ശർറക അനിന്നാസ് യകൂനു സദഖത്തൻ മിൻക അലാ നഫ്സിക്. സദഖൊന്നും ചെയ്യാൻ നിനക്ക് ഇല്ല എങ്കിൽ നിൻ്റെ ഷർറ് ആളുകളിൽ നിന്ന് നീ തടഞ്ഞു വെക്ക്. തകുഫു ശർറക അനിന്നാസ്, ആളുകളെ ഉപദ്രവിക്കല്ലേ. അങ്ങനെ ആളുകളെ ഉപദ്രവിക്കാതെ, മനസ്സാ വാചാ കർമ്മണ ആളുകളെ ഉപദ്രവിക്കാതെ നീ ജീവിച്ചാൽ തകൂന് സദഖത്തൻ ലക അലാ നഫ്സിക്, അത് നിനക്ക് സദഖയാണ്.
അതൊരു സദഖയാണ്. അപ്പോൾ നല്ലത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയണില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് സദഖയാണ്. ഇവർ എന്താ ചെയ്യണത്? പിന്നെ നല്ലത് പറഞ്ഞ ആശ്വസിപ്പിക്കാൻ അവർക്ക് വയ്യ, മിണ്ടാതിരിക്കുകയല്ല ചെയ്യണത്. പിന്നെ അവർ പറയുന്നത് തല്ലാഹി ഇന്നക ലഫീ ദലാലിക്കൽ ഖദീം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവർ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. വേദനിക്കുന്ന മനസ്സിൽ ഒന്നുകൂടി മുളക് തേക്കണ മാതിരി അവരുടെ സംസാരം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ പിന്നെ പണ്ഡിതന്മാർ ഊന്നി പറഞ്ഞ മറ്റൊരു വിഷയമാണ് സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, തർബിയത്തുമായി ബന്ധപ്പെട്ട്. മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു ക്ലാസ്സിന് നമുക്ക് അതിൻ്റെ ബാക്കി. ഇവിടെ യാ അബാനസ്തഗ്ഫിർ ലനാ എന്ന് അവർ പറയുന്നുണ്ട്. പാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നിർവഹിക്കാൻ പറയുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവർ പ്രായപൂർത്തിയെത്തിയ മക്കളാണ്. ചെറുമക്കളാണ്. ചെറുപ്പത്തിൽ ചെയ്താണ് എങ്കിൽ അത് ഇല്ലെന്നില്ല, അതിൽ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ശിക്ഷ ഉണ്ടാവില്ല. അതേസമയം ഇത് പ്രായപൂർത്തിയായിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തത്. ശരി, അതുകൊണ്ടാണ് അവർ പിന്നെ ഇസ്തഗ്ഫിർ ലനാ എന്ന് വാപ്പാനോട് പറഞ്ഞത്. വാപ്പാനോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞത് അവർക്ക് വേണ്ടി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി യഗ്ഫിറുല്ലാഹു ലക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർക്കൊക്കെ പ്രായപൂർത്തി എത്തി വലിയ മക്കളാണ് ഇവർ. അവർക്ക് ബോധമുണ്ട് ആരുടെ വിഷയത്തിൽ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഇവർ വലിയ പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ വിഷയം വരും, ഇന്നാ കുന്നാ ഖാത്തീൻ, ഇതേപോലത്തെ പ്രയോഗങ്ങളൊക്കെ വരുന്നത്. കേവലം ഒരു വാപ്പയുടെ വിഷയം മാത്രമല്ല ഇവിടെ, ഇതൊരു നബിയുടെ വിഷയമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടൊക്കെ സഹോദരങ്ങളുടെ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഒന്ന് ഉമ്മ പ്രസവത്തിൽ മരിച്ചുപോയി എന്നുള്ളതാണ്, ബിനിയാമീൻ്റെ പ്രസവത്തിൽ. പിന്നെ ഉള്ളത് ഇളയമ്മയാണ്. ചില മുഫസ്സിരിങ്ങൾ പറയുന്നില്ല ഉമ്മ ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഉമ്മ പരാമർശമായില്ല. കാരണം എന്താ? ഇവിടെ നബിയായൊരു വാപ്പയാണ്. വാപ്പ മാത്രമല്ല ഇവിടെ, പിന്നെ വാപ്പ ആരാണ്? നബിയാണ്. അതുകൊണ്ടാണ് വാപ്പ എന്ത് ചെയ്തത്? പരാമർശമായത്. ഇവരുടെയൊക്കെ വിഷയത്തിൽ ഒരു നബിയായ പിതാവ്, അതാണല്ലോ മാതൃക എക്കാലത്തേക്കും. അപ്പോൾ ഇവിടെ പിന്നെ അതുകൊണ്ടാണ് മാതാവിനെ പറയാതെ ഇതിലൊക്കെ പ്രത്യേകിച്ച് പിന്നെ പിതാവിനെ പറഞ്ഞത്. മാതാവിനെ പറയേണ്ട ഇടം വന്നപ്പോൾ വറഫ അബവൈഹി അലൽ അർഷ് എന്ന് പറയില്ലേ, അവിടെ മാതാവിനെയും കൂട്ടിയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയാം ഇൻഷാ അല്ലാഹ്. തയ്യിബ്, ഇതിൻ്റെ തുടർച്ചയിൽ പറയണം. ഫലമ്മാ അൻ ജാഅൽ ബശീറു അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറ ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ ഖാലു യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. തയ്യിബ്, ഫലമ്മാ അൻ ജാഅൽ ബശീറു, എന്താ ഫാഉൽ ഫസീഹാണ്. ലമ്മ അൻ ജാഅൽ ബശീർ, അൽ ബഷീർ വന്നപ്പോൾ. അൽ ബഷീർ ആരാ? ബഷീർ സുവിശേഷകൻ ബഷീർ. അത് പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് വന്നത്. നമ്മൾ പറഞ്ഞില്ല ആ ബഷീർ ആരാണ്? പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പണ്ട് കുപ്പായം കൊണ്ടുവന്നില്ലേ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ദലീലായിട്ട് കുപ്പായം കൊണ്ടുവന്നില്ലേ? ആ ആൾ തന്നെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് കുപ്പായം കൊണ്ടുവരുന്നത്. അതാണ് ഈ ബഷീർ. ഫലമ്മ അൻജാ അൽ ബഷീറു, അവിടെ അൽ ബഷീർ എന്ന് പറഞ്ഞില്ല അന്ന് കുപ്പായം കൊണ്ടുവന്നപ്പോൾ. കാരണം എന്താ? അന്നത് ബിഷാറത്തല്ല അത്. പക്ഷേ ഇവിടെ കുപ്പായം കൊണ്ടുവരുമ്പോൾ അത് ബിഷാറത്താണ്, സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഫലമ്മ അൻജാ അൽ ബഷീറു, അൽ ബഷീർ വന്നപ്പോൾ. അൽഖാഹു അലാ വജ്ഹിഹി, അൽഖാഹു അതിനെ വെച്ചു, അലാ വജ്ഹിഹി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെച്ചു. ഫർതദ്ദ ബസീറ, എന്താ ഫർതദ്ദ ബസീറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഴ്ച ലഭിച്ചവനായി മടങ്ങി. ഫർതദ്ദ ബസീറ, ഇർതദ്ദ. റദ്ദ എന്നതിൻ്റെ ഇഫ്താല വസിനാണ് ഇർതദ്ദ, മടങ്ങി എന്നർത്ഥത്തിൽ. ഫർതദ്ദ ബസീർ, അതോടുകൂടി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കാഴ്ച ലഭിച്ചവനായി മടങ്ങി. ഖാല, അപ്പോൾ പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അലം അഖുൽ ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട്
പറഞ്ഞില്ലേ? അലം അഖുൽ. അഖുൽ എന്ന് പറഞ്ഞാൽ എന്താ? അഖുൽ എന്നുള്ളത് അഖൂലു എന്നാണ്. അഖൂലു. ലം വന്നപ്പോൾ വാവ് കളയപ്പെട്ടതാണ്. ലം അഖുൽ. ലം അഖുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. ലം അഖുൽ ഞാൻ പറഞ്ഞിട്ടില്ല. അഖൂലു എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയയാണ്. ഞാൻ പറയുന്നു, ഞാൻ പറയും, അതാണ് അഖൂലു. ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു വർത്തമാനം, അല്ലെങ്കിൽ ഞാൻ പറയും. അതിന് മുമ്പിൽ ലമ്മ് വന്നു. ലമ്മ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? വർത്തമാന ഭാവി കാലക്രിയയിലെ ലമ്മ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭൂതകാലത്തെ നിരാകരിക്കാനായി. ലം അഖുൽ ഞാൻ പറഞ്ഞിട്ടില്ല. ലം അഖുൽ ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ മുമ്പിൽ ഈ ആ വന്ന്, അപ്പോൾ സ്ഥിരീകരണമായി. അലം അഖുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖദ് ഖുൽതു എന്നർത്ഥം. ഖദ് ഖുൽതു തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖദ് ഖുൽതു തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ശൈലി വരുന്നിടത്തൊക്കെ അപ്പോൾ അലം നശ്റഹ് ലക്, അലം നശ്റഹ് ലക സദ്റക് അല്ലേ? താങ്കളുടെ നെഞ്ചകം നാം വിശാലമാക്കി തന്നില്ലേ എന്നുള്ളത് ചോദിക്കാനല്ല. പിന്നെയോ ആ ശൈലി ഖദ് ശറഹ്തു ലക്, ഞാൻ നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ്. അപ്പോൾ ഇവിടെ ഖാല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അലം അഖുൽ ലക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഇന്നി അഅലമു ഞാൻ അറിയുന്നു, തീർച്ചയായും ഞാൻ അറിയുന്നു, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു, മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തതല്ല. ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നില്ല. അതിന് മുമ്പിൽ ഉമ്മ വന്ന് മൗസൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാത്ത കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെവിടെ പറഞ്ഞത്? ഇന്നി ആലമിൻ അല്ലാഹി മാ ലാ തഅലമൂൻ എന്നുള്ളത് ഇതെവിടെ പറഞ്ഞത്? ഖാല ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅലം മിനല്ലാഹി മാ ലാ തഅലമൂൻ അല്ലേ? വഅലം മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഇതിനു മുമ്പ് പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടത് അതാണ് ഇവിടെ ഉണർത്തുന്നത്. ഞാൻ നിങ്ങളോട് ഇന്നി ആലം മിനല്ലാഹി മാ ലാ തഅലമൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഇതിൽ എൻ്റെ ശൈലി നോക്കി, ഈ മക്കൾ നോക്കി, ഉടനെ എന്താ പറയണത് ഇവർ? ഖാലു യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബന ഇന്നാ കുന്നാ ഖാതിഈൻ ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങളറിയാത്തതൊക്കെ ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് മക്കൾ പറയുന്നത്, ഖാലു അവർ ചോദിക്കുകയാണ്, യാ അബാന ഞങ്ങളുടെ പിതാവേ, ഇസ്തഗ്ഫിർ ലന. എന്താ ഇസ്തഗ്ഫിർ ലന? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം. ഇസ്തഗ്ഫിർ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിഗ്ഫാർ മഗ്ഫിറത്തിന് തേടുക. ഇസ്തഗ്ഫിർ ലന ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ മഗ്ഫിറത്തിന് തേടണം. ആരോട് തേടണം? ആരോട് തേടണം? അവിടെ പറഞ്ഞോ ആരോട് തേടേണ്ടത് ഇസ്തിഗ്ഫാറിന്? അള്ളാഹുവിനോട്. ഇസ്തഗ്ഫിരില്ലാഹ ലന എന്നാണ്. ഇസ്തഗ്ഫിരില്ലാഹ ലന അത് പറയേണ്ടതില്ല, കാരണം ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാ അബാന ഇസ്തഗ്ഫിർ ലന ദുനൂബന, ബാപ്പനോട് അവർ അപേക്ഷിക്കുകയാണ്. ഇസ്തഗ്ഫിർ ലന ദുനൂബന. ദുനൂബ് എന്നാ പറഞ്ഞത്, ദംബന എന്നല്ല, ദുനൂബ് എന്നാണ്, ബഹുവചനാണ്. ദംബുൻ തെറ്റ്, ദുനൂബ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ. എന്തുകൊണ്ടായിരിക്കും ഇവർ ദുനൂബന പറഞ്ഞത്? അവരടുത്ത് ഒരു തെറ്റല്ല, തെറ്റുകളുടെ ഘോഷയാത്രയാണ്. തെറ്റുകളുടെ ഒരു ഘോഷയാത്രയാണ് അവരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ദുനൂബന എന്ന് പറയുന്നത്. ഇസ്തഗ്ഫിർ ലന ദുനൂബന. പിന്നെ അവർ എന്ത് ചെയ്യാണ്? ഇന്ന കുന്ന ഖാതിഈൻ. എന്താ? ഇന്ന തീർച്ചയായും ഞങ്ങൾ, കുന്ന തീർച്ചയായും ഞങ്ങളായിരുന്നു, ഖാതിഈൻ തെറ്റുകാർ. നമ്മൾ പറഞ്ഞു ഖാതിഈൻ എന്നതിൻ്റെ നമുക്ക് വന്നില്ലേ? ഇത് വന്നു ഖതിഅ എന്ന് പറഞ്ഞെങ്കിൽ ബോധപൂർവ്വം തെറ്റ് ചെയ്യുന്നവരാണ്.
തെറ്റാണ്. അഖ്ത മുഖ്തി, അബദ്ധത്തിൽ തെറ്റ് ചെയ്തു. ഇത് സ്വബോധത്തിൽ തെറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം. ഖാത്തി എന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്ത ഒരാൾ, ഖാത്തി എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. ഇന്ന കുന്ന ഖാത്തിഈൻ, തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരുന്നു എന്നവരെന്ത് ചെയ്യാണ്, അവർ സമ്മതിക്കുകയാണ്. അതിലുള്ളൊരു വിഷയം ഈ അൽ ഇഖ്റാറു ബിദ്ദംബ് മഅൽ ഖുദു അല്ലെങ്കിൽ മഅൽ ദുൽ തദല്ലുൽ, ഭവ്യമായിട്ട് ഒരാൾ തെറ്റ് അംഗീകരിക്കൽ, അത് ഇസ്തിഗ്ഫാറാണ്. അത് ഇസ്തിഗ്ഫാറാണ്. ഒരാൾ ഭവ്യമായി തൻ്റെ തെറ്റ് ഏറ്റു പറയൽ അതൊരു ഇസ്തിഗ്ഫാറാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞേ. ആരാ ഇന്നി കുന്തു മിനൽ ളാലിമീൻ പറഞ്ഞു? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ ഇന്നി കുന്തു മിനൽ ളാലിമീൻ? ഞാൻ അക്രമികളിൽ തെറ്റുകാരിൽപ്പെട്ടവനായിരുന്നു എന്നാണ്. ഞാൻ തെറ്റുകാരിൽപ്പെട്ടവനായിരുന്നു. ഇന്നി കുന്തു, തീർച്ചയായും. ഇതേപോലെ ഇവിടെ കുറേ ആളുകളാണ് ഇന്ന കുന്ന, അവിടെ ഒരാളാണ് ഇന്നി കുന്തു. ഇന്നി കുന്തു, അവിടെ എന്താ പറയുന്നത്? ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തവരിൽ പെട്ടവനാണ് എന്ന് പറയാണ്. അത് ഭവ്യമായിട്ട് എഗ്രി ചെയ്തു, അതാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ഏറ്റവും നല്ല ഇസ്തിഗ്ഫാർ പാപമോചനത്തേട്ടങ്ങളിൽപ്പെട്ടതാണ് എന്ത്? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്ത് ദുന്നൂൻ. എന്താ ദഅവത്ത് ദുന്നൂൻ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. കണ്ട അവിടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അത് അള്ളാഹുവിനെ വാഴ്ത്തലും പുകഴ്ത്തലും അള്ളാഹുവിൻ്റെ മഹത്വം ഘോഷിക്കലാണ്, അള്ളാഹ്ക്ക് അർഹപ്പെട്ടത് അംഗീകരിക്കലാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതാണ് അവിടെ ഇസ്തിഗ്ഫാർ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മൾ ഭക്തിയോടുകൂടി വിനയത്തോടു കൂടിയിട്ട് നമ്മുടെ തെറ്റ് ഏറ്റു പറഞ്ഞാൽ അതൊരു ഇസ്തിഗ്ഫാറാണ്, പാപമോചനത്തേട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതാണ് അദ്ദേഹത്തിൻ്റെ ദുആ. മത്സ്യത്തിൻ്റെ വയറ്റിൽ, സമുദ്രാഴിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. അദ്ദേഹം തസ്ബീഹ് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നുവെങ്കിൽ, എല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കഴിയുമായിരുന്നു ഇലാ യൗമി യുബ്അസൂൻ, അന്ത്യനാൾ വരേക്കും എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ തേട്ടം അതാണ് അദ്ദേഹത്തിന് രക്ഷയായിട്ട് മാറിയത്. അതിൽ ഇസ്തിഗ്ഫാർ, അദ്ദേഹത്തിൻ്റെ പാപമോചനത്തേട്ടം ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അദ്ദേഹം എന്താണ് ഭവ്യമായിട്ട് അള്ളാഹിനോട് കുറ്റസമ്മതം നടത്തിയതാണ്. അപ്പോൾ കുറ്റസമ്മതം നടത്തുക എന്നുള്ളത് അള്ളാഹിനോട് അതൊരു ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടാണ്. അതാണ് ഇവരിവിടെ ഇന്നാ കുന്നാ ഖാത്തിഈൻ. അവരവരുടെ തെറ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? പൊറുക്കലിനെ തേടി. ഒപ്പം അവരെന്ത് ചെയ്തു? യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ നിങ്ങൾ തേടിയാലും ഇസ്തഗ്ഫിർ. വാപ്പാരോട് പ്രത്യേകിച്ച് ഒരു കാര്യം നേടാൻ അതിൻ്റേതായ സമയം നോക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? എല്ലാ സമയവും യോജിച്ച സമയക്കൊള്ളുന്നില്ല. വാപ്പാരന്മാരായാലും ആവശ്യങ്ങൾക്ക് അതിൻ്റേതായ സമയങ്ങൾ ഉണ്ട്. ഇവിടെ മക്കൾ നോക്കി നിങ്ങൾ വാപ്പ എന്താ പറഞ്ഞത്? വാപ്പ ഇന്നി ആലം മിൻ അല്ലാഹി മാലാ തഅലമൂൻ, അള്ളാഹിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ പോലെ അല്ല എന്നുള്ളത് പറയല്ലേ. അപ്പോൾ ആ സമയമാണ് എന്ത് ചെയ്ത് മക്കൾ ഇതിന് ഉപയോഗപ്പെടുത്തിയത്. അല്ലെങ്കിൽ മക്കൾക്ക് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഈ മക്കൾ ചെയ്തത് നമ്മൾ സൂറത്ത് യൂസുഫിൻ്റെ തുടക്കം മുതൽ നമ്മൾ ഓർക്കണത് എന്തൊക്കെയാണ് അവരിൽ നിന്ന് വന്നത് എന്നുള്ളത്. അവരൊരു സുപ്രാതത്തിൽ വന്നിട്ട് വാപ്പയ അബാനസ്തഗ്ഫിർ ലനാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഷയമല്ല അത് ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം. അത്രമേൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം പ്രസ്താവിച്ചപ്പോൾ അലം അഖുല്ലക്കും ഇന്നി ആലം മിനല്ലാഹി മാലാ തഅലമൂൻ എന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല ടൈമാണ്. കാരണം എന്താ, അള്ളാഹുവിൻ്റെ അടുത്ത വിഷയം അള്ളാഹിനെ കുറിച്ച് കൂടുതൽ അറിയുമെന്നുള്ള വിഷയമൊക്കെ പറയുമ്പോൾ എങ്കിൽ യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബന എന്ന് അവരാവശ്യപ്പെട്ടത്. അത് ഇതിൽ പണ്ഡിതന്മാർ പ്രത്യേകം മെൻഷൻ ചെയ്തൊരു വിഷയമാണ്. നമ്മളൊരാവശ്യം, ഒരപേക്ഷ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് അതിൻ്റേതായ സമയം നോക്കണം എന്നുള്ള വിഷയം.
ഖാലു യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബന ഇന്നാ കുന്നാ ഖാതിഈൻ. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്താ ഖാല, പാപ്പ പറഞ്ഞു, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സൗഫ അസ്തഗ്ഫിർ. എന്താ സൗഫ അസ്തഗ്ഫിർ? അസ്തഗ്ഫിർ എന്ന് പറഞ്ഞാൽ ഞാൻ പൊറുക്കലിനെ തേടും, മഗ്ഫിറത്തിന് ഞാൻ തേടും. പക്ഷെ സൗഫ അസ്തഗ്ഫിർ, ഞാൻ വഴിയെ അസ്തഗ്ഫിറു ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തും, മഗ്ഫിറത്തിന് തേടും. ആരോട് തേടും? റബ്ബി, റബ്ബി എൻ്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്കായി ഇസ്തിഗ്ഫാറിന് വഴിയെ തേടും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, കാരണം എൻ്റെ റബ്ബ് ഹുവൽ ഗഫൂർ അർ റഹീം. ഇവിടെ ഒരു വിഷയം, യുവാക്കളും വൃദ്ധരും പ്രതികരണത്തിൽ ഒരുപോലെയല്ല എന്നുള്ളത് ഇവിടെ ഒരു വിഷയം അറിയിക്കുന്നുണ്ട്. അതെന്താ, എങ്ങനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുക? അത് പിന്നെ വിഷയം, ഇതിലെ യുവാക്കളുടെ വിഷയം എന്താ? അതോടെ ഇത് അതിനെ യാ അബാന അസ്തഗ്ഫിർ ലനാ എന്ന് പറഞ്ഞപ്പോൾ ഖാല സൗഫ അസ്തഗ്ഫിർ ലക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? ഉടനെ പറഞ്ഞ് യഗ്ഫിറുല്ലാഹു ലക്കും ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ച മാത്രയിൽ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങളോട് യാതൊരു ആക്ഷേപമോ കുറ്റപ്പെടുത്തലോ ഇല്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കട്ടെ എന്ന് പറഞ്ഞു അല്ലേ. അതേസമയം ഇവിടെ നോക്കിയേ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വയസ്സായിട്ടില്ലേ, ഖാല സൗഫ അസ്തഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞു. അതൊരു വിഷയം. രണ്ടാമത്തേത്, വാപ്പക്ക് അങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റൂല അസ്തഗ്ഫിർ ലക്കും. സഹോദരൻ്റെ മാതിരിയല്ല വാപ്പ. സഹോദരനോടൊരു അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെന്ന ആൾക്ക് അതൊരു ഒരു വേള നമുക്ക് എന്ത് ചെയ്യാം, സമ്മതിക്കാം. സഹോദരങ്ങൾ അങ്ങോട്ടും ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ സമ്മതിക്കാം. ഇത് കുറച്ച് കൂടുതൽ അന്യായമാണെങ്കിലും സഹോദരങ്ങൾ എന്നുള്ളവർക്ക് ചില വിഷയങ്ങൾ ഉണ്ടായേക്കാം. സഹോദരന് വേഗം പുറത്തു കൊടുക്കാം. പക്ഷെ ഒരു വാപ്പ അങ്ങനെയല്ല. വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാൻ്റെ ചോര നീരായതാണ് ഈ മക്കൾ അല്ലേ. വാപ്പാൻ്റെ പിന്നെ ശാരീരികമായ അധ്വാനങ്ങൾ, വാപ്പാൻ്റെ പിന്നെ പരിശ്രമങ്ങൾ, വാപ്പാൻ്റെ രാവുകൾ പകൽ, എത്ര യാതനകളുടെ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാപ്പ പെട്ടെന്ന് യഗ്ഫിറുല്ലാഹു ലക്കും അല്ലെങ്കിൽ പിന്നെ അസ്തഗ്ഫിറു ലക്കും എന്ന് പ്രതികരിക്കുക എന്നുള്ളത് വന്നോളുന്നില്ല. അതുകൊണ്ട് സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. വാപ്പായും സഹോദരനും ഒരേപോലെയല്ല. വാപ്പാൻ്റെ നോവ് അത് കുറച്ച് പിന്നെ പ്രയാസകരമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഈ മോഷണം നടത്തിയിട്ട് പിടിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. അങ്ങാടിയിൽ വെച്ചിട്ട് ഒരാൾ മോഷ്ടിക്കപ്പെട്ടു, മോഷണം നടത്തിയാൾ പിടിക്കപ്പെട്ടു. അപ്പോൾ മോഷ്ടിക്കപ്പെട്ടവൻ ബഹളം വെക്കുകയാണ്, എൻ്റെ സാധനമാണ്, അതാണ് ഇതാണ്. അപ്പോൾ മറ്റൊരു പറയണം അങ്ങാടിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കല്ലേ, ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ മോഷ്ടിച്ചവന് എളുപ്പമുണ്ട്. നമ്മൾ ഒച്ച ഉണ്ടാക്കണ്ട, അങ്ങാടിയിൽ ബഹളം വേണ്ടിട്ട് പോകാൻ. പക്ഷേ മോഷണത്തിന് ഇരയായവന് പെട്ടെന്ന് പോകുമോ മറ്റവൻ്റെ മാതിരി? അത് ഒരു മനഃശാസ്ത്രം ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതൊരു ഇവിടുത്തെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സൗഫ അസ്തഗ്ഫിർ ലക്കും. പിന്നെ അതിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു വിഷയം, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇസ്തിഗ്ഫിർ ലനാ ദുനൂബന എന്ന് പറഞ്ഞപ്പോൾ സൗഫ അസ്തഗ്ഫിർ ലക്കും റബ്ബി എന്ന് പിന്നത്തേക്ക് നീട്ടിവെച്ചത്, സൗഫ അസ്തഗ്ഫിർ ലക്കും എന്നുള്ളത് പിന്നത്തേക്ക് നീട്ടിവെച്ചത് ഉത്തരം കിട്ടാനുള്ള ഒരു സമയത്തേക്ക് നീട്ടിയതാണെന്നാണ്. ചിലർ പറഞ്ഞാൽ അത് വ്യാഴാഴ്ച രാവിലേക്ക് ലൈലത്തുൽ ജുമുഅ അല്ല വെള്ളിയാഴ്ച രാവിലേക്ക് അസ്തഗ്ഫിറുല്ലാഹ്, വെള്ളിയാഴ്ച രാവിലേക്ക് നീട്ടിയതാണ്. അതല്ലെങ്കിൽ ചിലർ പറഞ്ഞ സഹർ, വെള്ളിയാഴ്ച രാവിലെ പിന്നെയോ സഹറിലേക്ക്. സഹർ എന്ന് പറഞ്ഞാൽ എന്താ സഹർ? ഫജറിന് തൊട്ട് മുമ്പുള്ള യാമം, അതാണ് സഹർ. അവിടേക്ക് നീട്ടിയതാണ്. ഉത്തരം കിട്ടുന്ന
സമയമുണ്ടല്ലോ ദുആക്ക്, ആ സമയത്തേക്ക് എന്ത് ചെയ്തു വാപ്പ ഇസ്തിഗ്ഫാറിനെ നീട്ടിയത്. അതാണ് ഈ പ്രയോഗം. സൗഫ അസ്തഗ്ഫിറുലക്കും എന്ന് പറഞ്ഞാൽ ഇജാബത്ത് ദുആക്ക് ജവാബ് കിട്ടുന്ന സമയമുണ്ടല്ലോ. ഏതാ സമയങ്ങൾ? ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഏതാ? ബാങ്കിന് ഇഖാമത്തിൻ്റെ ഇടയിൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം, അല്ലെങ്കിൽ ഉച്ച സമയം, ജുമാൻ്റെ ഉച്ച സമയം, മഴയുടെ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅവതാനില്ലാ തുറദ്, 2 ദുആ ഒരിക്കലും വെറുതെ മടക്കപ്പെടില്ല എന്നാണ്. അതൊന്ന് ഇന്ദ ഇൽത്തിഹാമിൽ ജയ്ഷ്, സൈന്യം മുഖാമുഖം കോർക്കുമ്പോൾ, മറ്റൊന്ന് ഇന്ദ നുസൂലിൽ മത്തർ, മഴ പെയ്യുമ്പോൾ. ഇൽത്തിഹാമുൽ ജയ്ഷ് എന്ന് പറഞ്ഞാൽ സൈന്യം യുദ്ധമുഖത്ത് കണ്ടുമുട്ടുമ്പോൾ ദുആക്ക് ജവാബ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പൂർവികർ ആ സമയം പിന്നെ നബിയുടെ കളവിലുണ്ടല്ലേ, ആ സമയം ദുആ ചെയ്യായിരുന്നു. എനിക്കൊണ്ട് ഖുതൈബ ഇബ്നു മുസ്ലിം അൽ ബാഹിലിയ തോന്നുന്നു, ഒരു യുദ്ധ സമയം സൈന്യത്തെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പ്രത്യേകം മുഹമ്മദ് ഇബ്നു വാസിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ താബിഈങ്ങളിൽ പ്രസിദ്ധൻ, അദ്ദേഹത്തെ ചോദിക്കുകയാണ് മുഹമ്മദ് ഇബ്നു വാസിയ എവിടെയും ചോദിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് ഇബ്നു വാസിയ സൈന്യത്തിൽ നിന്ന് അല്പം മാറിയിട്ടുണ്ട്, ഒരു വിരൽ മാനത്തേക്ക് ചൂണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ അദ്ദേഹം അള്ളാഹിനോട് ദുആ ചെയ്യാണ് ആ സമയത്ത് ദുആ. അപ്പം ഖുതൈബ പറയാണ്, 1000 സൈന്യങ്ങളെക്കാൾ എനിക്ക് വേണ്ടത് ആ ഒരു വിരലാണെന്ന് അവർ, ഒരു വിരലാണ്. യുദ്ധ സമയം സൈന്യം മുഖാമുഖം നിൽക്കുന്ന സമയത്തുള്ള ദുആ ജവാബ് ലഭിക്കുന്ന ദുആണ്. അതേപോലെ വേറെയും സമയങ്ങളുണ്ട് അല്ലേ, ദുആത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ. അതേപോലെ തന്നെ അയ്യു ദുആയി അസ്മ, ഏറ്റവും കേട്ടുത്തരം ചെയ്യപ്പെടുന്ന ദുആ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ദുബറ സലവാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങളുടെ ഒടുവിൽ. അതേപോലെ തന്നെ ഫി ജൗഫിൽ ലൈലിൽ ആഖിർ, അല്ലെങ്കിൽ അഖീർ, അവസാനത്തെ രാവിൻ്റെ യാമങ്ങളിൽ എന്നൊക്കെ പറഞ്ഞില്ലേ. ഏതായാലും പിന്നെ ഇജാബത്തു ദഅവയുടെ സമയങ്ങളുണ്ട്. ആ സമയത്തേക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആയെ മാറ്റിയതാണ്. അതുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ തന്നെ ദുആ ചെയ്തില്ല, സൗഫ അസ്തഗ്ഫിറുലക്കും റബ്ബി എന്ന് പ്രതികരിച്ചു. എൻ്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറഞ്ഞു. അത് നീട്ടിവെച്ചത് ഇങ്ങനെ ഒരു സമയത്തേക്കാണ് എന്നാണ് പല തഫ്സീറുകളിലുള്ളത്. പിന്നെ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഇവിടെ സൗഫ അസ്തഗ്ഫിറുലക്കും, ഇന്നഹു എന്നുള്ളത് തഅലീലാണ്. കാരണം എൻ്റെ റബ്ബ് ഹുവ, അവനത്രേ അൽ ഗഫൂറുർ റഹീം. എന്താ അൽ ഗഫൂർ എന്നാണ്? ഏറെ പൊറുക്കുന്നവൻ. അർ റഹീം എന്ന് പറഞ്ഞാൽ കരുണ കനിയുന്നവൻ, തരുന്നവൻ. ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനും എൻ്റെ റബ്ബ് അവനാകുന്നു എന്നാണ് പറയുന്നത്. അവൻ മാത്രമാകുന്നു എന്നർത്ഥത്തിൽ അവനാകുന്നു എന്നാണ്. അതെന്തിനാ? അത് പിന്നെ ഉണ്ടല്ലോ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഇതുമില്ല, ഒരു ഇഷ്കാലുള്ള വിഷയമല്ല. പക്ഷേ ഈ മക്കളിൽ വാപ്പ എന്ത് ചെയ്യാണ്? റബ്ബിൽ പ്രതീക്ഷ സന്നിവേശിപ്പിക്കുകയാണ്. വാപ്പ മക്കളിൽ പ്രതീക്ഷ ഉണ്ടാക്കുകയാണ്. അത് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് മക്കളിൽ നിന്ന് തെറ്റുകൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിൽ നിരാശപ്പെടുത്താൻ പാടുള്ളതല്ല, അള്ളാഹുവിൽ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടുള്ളതല്ല. ഇവിടെ ഈ ഇസ്തഗ്ഫിർ ലനാ ദുനൂബന എന്ന് വാപ്പയോട് ചോദിക്കുന്ന മക്കൾ, അവർ പല തെറ്റുകളാണ് സുഹൃത്ത് യൂസുഫിൻ്റെ തുടക്കം ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാപ്പയോട് ചെയ്തത്. അതും കേവലം ഒരു വാപ്പല്ല, പിന്നെ ഒരു നബിയായ വാപ്പയാണ്. അള്ളാഹുവിൻ്റെ നബിയായ ഒരു അൽ കരീമായ വാപ്പയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അസ്ബാത്ത് ഉണ്ടല്ലോ, ഇവരാണല്ലോ അസ്ബാത്ത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങൾ, അവർ ആണല്ലോ അൽ അസ്ബാത്ത് നബിയാണോ അല്ലേ എന്നുള്ളൊരു ചർച്ച ഉണ്ട്. ചില പണ്ഡിതന്മാർ ഇവർ നബിമാരായിട്ടുണ്ട്. കാരണം ഇവർ തൗബയൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി യാക്കൂബ് നബി പൊറുക്കലിനെ തേടി തൗബ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണല്ലോ, അതുകൊണ്ട് പിന്നെ ഇവർ നബിയാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവർ ഒരിക്കലും നബിമാരല്ല. കാരണം നബിമാരുടെ അളവിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവരുടെ അളവിൽ വന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ നബിമാരല്ല എന്നുള്ളത് പലരും തീർത്തും മുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ തെറ്റുകൾ വന്നു പോയവരാണ് ഈ മക്കൾ. പക്ഷേ എന്നിട്ടും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, അവർക്ക് നേരെ അള്ളാഹിൻ്റെ കാരുണ്യ കവാടം കൊട്ടിയടക്കുകയല്ല ചെയ്തത്.
പറയുന്നത് എന്താണ്? സൗഫ അസ്തഗ്ഫിറുലക്കും റബ്ബി എന്ന് പറഞ്ഞിട്ട് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന് പിന്നെ പറയുകയാണ് ചെയ്യുന്നത്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവിടെ പിന്നെ അതാണ് വാപ്പാര് മക്കളെ സംസ്കരിക്കുമ്പോൾ, വാപ്പാര് മക്കളുടെ വിഷയം ഭാവി ആലോചിക്കുമ്പോൾ ഇങ്ങനെ വർത്തിക്കേണ്ടത്. മക്കളിൽ അള്ളാഹിനെക്കുറിച്ച് സൽവിചാരം ജനിപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ചൊരിക്കലും നിരാശ പടർത്താതിരിക്കുക. പലരും എന്താ വെച്ചാൽ പിന്നെ ശപിച്ചും പഴിച്ചും ഒക്കെ വർത്തിക്കുകയാണ് ചെയ്യുക. ഇവിടെ നോക്കി ഈ ഒരു വാപ്പ യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബന ഇന്നാ കുന്നാ ഖാതീൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ തേടിയേ ചിലക്കാതെ പോയിക്കോളി എന്ന് പറഞ്ഞോ. അല്ലെങ്കിൽ അവരെ പിന്നെ അവരുടെ ഇന്നലകളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു ഇത് ചെയ്തു, പിന്നെ യൂസുഫിന് അത് ചെയ്തു, ബിന്യാമീൻ അത് ചെയ്തു, പിന്നെ അത് ചെയ്തു, പിന്നെ ഇതൊന്നും എണ്ണയല്ല ചെയ്യണത്. പറയുമ്പോൾ അതൊക്കെ എണ്ണാൻ അർഹപ്പെട്ട ആളുകളാണ് ആളുകൾ. പക്ഷേ അതൊന്നും എണ്ണിയില്ല. അവരെ അടിച്ചില്ല, തൊഴിച്ചില്ല, ശപിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല. പിന്നെയോ സൗഫ അസ്തഗ്ഫിറുലക്കും എന്ന് പ്രതികരിക്കുക ചെയ്തു. പിന്നെ മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ ഏറ്റുകയാണ് ചെയ്തത്. പറയുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന പേടിയുള്ളവരാണ്. പക്ഷേ അള്ളാഹിൻ്റെ കാരുണ്യമുണ്ട് എന്നും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുണ്ട് എന്നും ഈ വാപ്പ എന്ത് ചെയ്യാണ്? മക്കളെ ശരിക്ക് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിവിടെ നമ്മൾ ശരിക്ക് ഇതിൽ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു തർബിയത്തിൻ്റെ വിഷയമാണ്. സൂറത്ത് യൂസുഫിൽ സ്വഭാവ സംസ്കരണം, അതേപോലെ തന്നെ നമ്മുടെ ആത്മീയത, ഇതൊക്കെ പിന്നെ അതുപോലെ അദബുകൾ, ഇതൊക്കെ വളരെ കുറേ വിഷയങ്ങൾ പിന്നെ പഠിപ്പിക്കപ്പെട്ട ഉൾക്കൊണ്ട ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. സൗഫ അസ്തഗ്ഫിറുലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഫലമ്മാ ദഖലു അലാ യൂസുഫ ആവാ ഇലൈഹി അബവൈഹി വഖാല ദുഖുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമീൻ. ഇത് കുറച്ച് വിഷയങ്ങളുള്ള ഭാഗമാണ്. നമുക്കത് അടുത്ത ആയത്തിനോട് ഇപ്പോൾ ചേർത്ത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ചില മസാലകൾ വിട്ടുപോയി. അടുത്ത ആഴ്ച ഓർത്താൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഇഷ്കാലുണ്ടോ? ഫിഷയ് ഖലാസ്.